പല്ലിന്റെ അടിഭാഗത്ത് കറുപ്പ് കളർ കാണുന്നു. പല്ലിന് മൊത്തം നോർമലി കാണേണ്ട ഒരു കളറിന് പറഞ്ഞാൽ ഡിസ്കളേർഡ് ആയിട്ട് ഒരു ബ്ലാക്കിഷ് കളർ കൂടുതലായിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ വൈറ്റമിൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ടാണോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എല്ലാവരുടെ പല്ലും ഒരേപോലെ ഒരേ ഷെയ്ഡ് അല്ല, അത് പല ഷെയ്ഡുണ്ട്. ഇപ്പം നമ്മൾ തന്നെ അതിനൊരു ഇപ്പം A1 A2 അങ്ങനെ പല ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ ഏജിങ് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ഡാർക്ക്നെസ്സിലോട്ട് പോവാം. നമ്മൾ എനാമൽ തിന്നായിട്ട് അകത്തുള്ള ഡെന്റിന്റെ ഷെയ്ഡ് കുറച്ച് പുറത്ത് വരാം, അപ്പോൾ ഒരു ഡാർക്ക്നെസ്സിനോട്ട് പോവാം. പിന്നെ ഈ ചോദിച്ച ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ നമ്മൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമുക്കൊരു ഇൻട്രൻസിക് സ്റ്റെയിൻസും ഇല്ലെങ്കിൽ എക്സ്ട്രൻസിക് സ്റ്റെയിൻസ് എന്നും പറയാം. ഇൻട്രൻസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അത് ഈ പറഞ്ഞ പോലെ ചില മെഡിസിൻസ് കൊണ്ടുവരാം. അതുകൂടാതെ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരീസ് ഒക്കെ അകത്ത് കാണും. ഒരു പല്ലിന്റെ അകത്ത് പോട് കാണും. ചില സർഫസിൽ വരുന്ന പോട് നമുക്ക് വെളിയിൽ നോക്കിയാൽ ആ കേരീസ് കാണാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ഒരു ബ്ലാക്കിഷ് ഒരു കളർ നമുക്ക് പുറത്ത് കാണാം. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സിലോട്ട് വരുവാണെങ്കിൽ പല പല സ്റ്റെയിൻസ്, ഇപ്പൊ കോഫി സ്റ്റെയിൻസ് ഉണ്ട്, ടീ സ്റ്റെയിൻസ് ഉണ്ട്, അങ്ങനെ പുറത്തുനിന്ന് വരുന്ന കുറെ സ്റ്റെയിൻസ് ഉണ്ട്. അത് കാരണം വരാം. പക്ഷെ ഇതിനൊക്കെ ഒരു പരിധിവരെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. നോർമലൊക്കെ കുറെ ക്ലീനിങ്ങിലൊക്കെ പോകും. പിന്നെ ഇൻട്രൻസിക് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്നത്.